നമസ്കാരം, NCV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. അമൃത് ഭാരത് പദ്ധതി നിലമ്പൂർ ഉൾപ്പെടെയുള്ള റെയിൽവേ സ്റ്റേഷനുകളുടെ ഉദ്ഘാടനം ഉടൻ. പാലക്കാട് റെയിൽവേ ഡിവിഷന് കീഴിൽ ജില്ലയിൽ നവീകരണം പൂർത്തിയാക്കിയത് 3 റെയിൽവേ സ്റ്റേഷനുകൾ. വാണിയംകുളത്ത് നിന്ന് കാണാതായ കുടുംബം സഞ്ചരിച്ച വാഹനം കണ്ടെത്തി. വാഹനം കണ്ടെത്തിയത് നാടുകാണിച്ചുരത്തിന് സമീപമുള്ള വഴിക്കടവ് പുന്നക്കൽ റോഡിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ. പോലീസ് അന്വേഷണം ഊർജിതമാക്കി. കാറുകൾ കൂട്ടിയിടിച്ച് യാത്രക്കാർക്ക് പരിക്ക്. അപകടം നടന്നത് കരുളായി പുള്ളിയിൽ തിങ്കളാഴ്ച ഉച്ചയോടെ. അപകടമുണ്ടായത് ഇരുഭാഗത്തു നിന്നും വന്ന കാറുകൾ കൂട്ടിയിടിച്ചതോടെ. ഓപ്പറേഷൻ തൂഫാൻ ഗോൾ കിക്ക് മത്സരവും ലഹരി ബോധവൽക്കരണ സെമിനാറും നടത്തി. KCYM പൂക്കോട്ടുംപാടം യൂണിറ്റ് പരിപാടി സംഘടിപ്പിച്ചത് സീറോ മലബാർ സഭ യുവജന ദിനാഘോഷത്തിന്റെ ഭാഗമായി. വിശദമായ വാർത്തകളിലേക്ക്. അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെട്ട ജില്ലയിലെ നിലമ്പൂർ ഉൾപ്പെടെയുള്ള 3 റെയിൽവേ സ്റ്റേഷനുകളുടെ ഉദ്ഘാടനം ഉടനുണ്ടാവും. ആധുനിക രീതിയിൽ നവീകരണം പൂർത്തിയാക്കിയ റെയിൽവേ സ്റ്റേഷനുകളാണ് ഉദ്ഘാടനത്തിന് ഒരുങ്ങുന്നത്. നിലമ്പൂരിന് പുറമെ തിരൂർ, പരപ്പനങ്ങാടി സ്റ്റേഷനുകളാണ് പാലക്കാട് റെയിൽവേ ഡിവിഷന് കീഴിൽ ജില്ലയിൽ നവീകരണം പൂർത്തിയാക്കിയത്. പാലക്കാട് ഡിവിഷനിലെ 5 സ്റ്റേഷനുകളാണ് ഈ ഘട്ടത്തിൽ ഉദ്ഘാടനം ചെയ്യുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടന കർമ്മം നിർവഹിക്കും. ഡിവിഷൻ തല ഉദ്ഘാടനം നടക്കുന്നത് തിരൂരിലായിരിക്കും. നിലമ്പൂർ സ്റ്റേഷനിൽ 16.44 കോടി രൂപയുടെ നവീകരണ പ്രവൃത്തികളാണ് പൂർത്തിയാക്കിയത്. 8 കോടി രൂപ നേരത്തെ അനുവദിച്ചിരുന്നു. 2ാം കവാടത്തിൽ ബുക്കിംഗ് ഓഫീസ്, പ്ലാറ്റ്ഫോം, മേൽക്കൂര, വൈദ്യുതീകരണ പ്രവൃത്തികൾ, സിഗ്നൽ സംവിധാനങ്ങൾ തുടങ്ങിയവ പൂർത്തീകരിച്ചു. സ്റ്റേഷൻ കവാടം മോടി കൂട്ടുകയും യാത്രക്കാർക്കായി കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ പരിപാടിയുടെ സമയക്രമം അനുസരിച്ച് ഈ ആഴ്ചയിലെ ഒരു ദിവസം ഉദ്ഘാടന ചടങ്ങുകൾ നടത്താനാണ് റെയിൽവേയുടെ തീരുമാനം. വാണിയംകുളത്ത് നിന്ന് കാണാതായ ഒരേ കുടുംബത്തിലെ 3 പേരെ 4ാം ദിനവും കണ്ടെത്താനായില്ല. ഇവർ സഞ്ചരിച്ചിരുന്ന വാഹനം മലപ്പുറം ജില്ലയിലെ വഴിക്കടവിൽ കണ്ടെത്തിയതിനെ തുടർന്ന് വഴിക്കടവ് പോലീസിന്റെയും ഷൊർണൂർ പോലീസിന്റെയും നേതൃത്വത്തിൽ പ്രദേശത്തെ വ്യാപക തിരച്ചിൽ തുടരുകയാണ്. വാണിയംകുളം കൃഷ്ണകൃപ വീട്ടിൽ ബാബു ഭാസ്കർ, ഭാര്യ രമാദേവി, മകൻ വിഷ്ണു എന്നിവരെയാണ് കഴിഞ്ഞ വ്യാഴാഴ്ച രാവിലെ മുതൽ കാണാതായത്. ബന്ധുവീട്ടിലെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാൻ പോകുകയാണെന്ന് അയൽവാസികളോട് പറഞ്ഞാണ് ഇവർ വീട്ടിൽ നിന്ന് പുറപ്പെട്ടത്. എന്നാൽ ബന്ധുവീടുകളിൽ അത്തരമൊരു ചടങ്ങ് നടന്നിരുന്നില്ലെന്ന് പിന്നീട് വ്യക്തമായതോടെ ബന്ധുക്കൾ ഷൊർണൂർ പോലീസിൽ പരാതി നൽകുകയായിരുന്നു. CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ കുടുംബം സ്വന്തം പിക്കപ്പ് വാഹനത്തിൽ വീട്ടിൽ നിന്ന് പുറപ്പെട്ടതായി പോലീസ് സ്ഥിരീകരിച്ചു. കാണാതായ 3 മൊബൈൽ ഫോണുകൾ സ്വിച്ച് ഓഫ് നിലയിലാണ്. ഫോണുകളുടെ അവസാന ടവർ ലൊക്കേഷൻ വീടിന് സമീപത്താണ് ലഭിച്ചത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് കുടുംബത്തിന്റെ വാഹനം വഴിക്കടവ് ടൗണിന് സമീപം KNG റോഡരികിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ വനമേഖല ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ പോലീസ് തിരച്ചിൽ ശക്തമാക്കിയെങ്കിലും ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. കുടുംബത്തിന് സാമ്പത്തിക ബാധ്യതകൾ ഉണ്ടായിരുന്നതായുള്ള വിവരങ്ങളും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് സ്വമേധയാ മാറി നിൽക്കുകയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സാഹചര്യമാണോ ഉണ്ടായതെന്ന് ഉൾപ്പെടെ എല്ലാ സാധ്യതകളും പരിശോധിച്ചു വരികയാണ്. ബന്ധുക്കളിൽ നിന്നും മറ്റു ബന്ധപ്പെട്ടവരിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ചു വരുന്നതായി പോലീസ് അറിയിച്ചു. വണ്ടൂർ നടുവത്ത് സ്വദേശിയായ ലോട്ടറി തൊഴിലാളി പാണ്ടിക്കാട് കക്കുളത്ത് വെച്ച് തട്ടിപ്പിനിരയായി. ഹൃദ്രോഗി കൂടിയായ വാഴക്കാട്ടിൽ സോമസുന്ദരൻ എന്ന ലോട്ടറി തൊഴിലാളിയാണ് വഞ്ചിക്കപ്പെട്ടത്. സമ്മാനാർഹമായ ടിക്കറ്റ് മാറി നൽകാമെന്ന് പറഞ്ഞ് കമ്പ്യൂട്ടറിൽ തിരുത്തൽ വരുത്തിയ വ്യാജ ടിക്കറ്റുകൾ നൽകി ഇദ്ദേഹത്തിൽ നിന്നും 7000 രൂപയാണ് തട്ടിയെടുത്തത്. കക്കുളത്ത് ലോട്ടറി വിൽപ്പന നടത്തി വരികയായിരുന്ന സോമസുന്ദരത്തെ 45ഓളം വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരാൾ സമീപിക്കുകയായിരുന്നു. തന്റെ കൈവശം കഴിഞ്ഞ 8-ാം തീയതി നറുക്കെടുത്ത ധനലക്ഷ്മി ലോട്ടറിയുടെ സമ്മാനാർഹമായ ടിക്കറ്റ് ഉണ്ടെന്നും അത് മാറി നൽകാൻ സഹായിക്കണമെന്നും ആവശ്യപ്പെട്ടു. കമ്പ്യൂട്ടർ ഉപയോഗിച്ച് നമ്പറുകളിൽ തിരുത്തൽ വരുത്തിയ വ്യാജ ടിക്കറ്റുകളാണ് തട്ടിപ്പുകാരൻ സോമസുന്ദറിന് നൽകിയത്. 1000 രൂപ സമ്മാനം ലഭിച്ച 7 ടിക്കറ്റുകൾ നൽകിയ ഇയാൾ പകരം സോമസുന്ദരന്റെ കൈവശമുണ്ടായിരുന്ന 4000 രൂപയുടെ പുതിയ ലോട്ടറി ടിക്കറ്റുകളും 3000 രൂപ പണവുമായി ആകെ 7000 രൂപ കൈക്കലാക്കി കടന്നുകളയുകയായിരുന്നു. പലിശയ്ക്കും വായ്പയ്ക്കും പണമെടുത്ത് ലോട്ടറി കച്ചവടം നടത്തുന്ന തങ്ങളെ പോലെയുള്ള പാവപ്പെട്ട തൊഴിലാളികളെ ഇത്തരക്കാർ വഞ്ചിക്കുന്നത് വലിയ ദുരിതമാണ് സമ്മാനിക്കുന്നതെന്ന് സോമസുന്ദരൻ പറയുന്നു. ലോട്ടറി നടന്നു വെക്കുമ്പോൾ ഒരു 10, 45, 50 വയസ്സുള്ള ഒരാൾ വന്നിട്ട്
ഞാൻ പാണ്ടിക്കാട് കക്കുളം എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് നടന്നു നിൽക്കുന്ന ആളാണ്. അപ്പോൾ ഒരാൾ വന്ന് 1000 പ്രൈസ് നിങ്ങളടുത്ത് മാറ്റാനുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ എത്ര ടിക്കറ്റ് ഉണ്ട് കയ്യിൽ? അപ്പോൾ എൻ്റെ അടുത്ത് 4000 ഉറുപ്പ്യൻ്റെ ടിക്കറ്റും 3000 ഉറുപ്പ്യ പൈസയായിട്ട് അയാൾ കഴിഞ്ഞ 8-ാം തീയതി നറുക്കെടുത്ത ധനലക്ഷ്മി ലോട്ടറിയിലെ 1783 എന്നുള്ള നമ്പർ 88 നമ്പർ 83 തിരിച്ചിട്ട് അത് കമ്പ്യൂട്ടറിൽ മാറ്റിയതെന്നാണ് പറയുന്നത്. ആ നമ്പർ അങ്ങനെ 7 ടിക്കറ്റിൻ്റെ അടുത്ത് തന്ന് എൻ്റെ അടുത്തുണ്ടായിരുന്ന ടിക്കറ്റ് 4000 ഉറുപ്പ്യൻ്റെ ടിക്കറ്റ് 3000 ഉറുപ്പ്യ ക്യാഷും വാങ്ങി അയാൾ എന്നെ 7000 ഉറുപ്പ്യ പറ്റിച്ച് കടന്നു കളഞ്ഞു. അപ്പോൾ ഞാനിത് പറയുന്നത് ഇന്ന് വളരെ കഷ്ടപ്പെട്ടാണ് ഈ ലോട്ടറിക്കാരുടെ ജീവിതം മുന്നോട്ട് പോകുന്നത്. ടിക്കറ്റ് ബാക്കിയായിട്ടും കടക്കണിയിലും കഷ്ടപ്പെട്ടാണ് ഞങ്ങൾ ജീവിച്ചു പോകുന്നത്. ഇന്ന് ഇങ്ങനത്തെ ആളുകളെ ഞങ്ങളെ പറ്റിച്ചാൽ ഞങ്ങൾക്കതിന് വേറെ മാർഗമൊന്നുമില്ല. അപ്പോൾ ഇന്ന് കൊടുക്കേണ്ട ടിക്കറ്റിൻ്റെ പൈസ എനിക്ക് നഷ്ടമാണ്. വഴിയോരത്തു കൂടെ നടന്നു പോകുന്ന ആളുകൾ ഒരു 500 രൂപേൻ്റെ മേലെ പ്രൈസ് മാറ്റാൻ തരുമ്പോൾ ഒരിക്കലും നിങ്ങളത് കൈപ്പറ്റരുത്. 500ൻ്റെ മുകളിൽ ടിക്കറ്റ് തരികയാണെങ്കിൽ പൈസ ഇല്ലാതെ തന്നെ പറഞ്ഞ പോലെ ഒഴിവാക്കുക. അത് നമ്മളെപ്പോലത്തെ പാവങ്ങളെ വഞ്ചിക്കാൻ വേണ്ടി നടക്കുന്ന ആളുകളാണ് ഈ സമൂഹത്തിലുള്ളത്. ഇതിന് സർക്കാരിനോ ഇന്ന് നഷ്ടപ്പെട്ട സർക്കാരോ അല്ലെങ്കിൽ വേറെ ആരും ഞങ്ങൾക്ക് തരാമല്ല. ഞങ്ങൾക്ക് ലോണോ ഒന്നും കിട്ടാൻ പോകല്ല. വട്ടിക്കും പലിശക്കുമായിട്ടാണ് ഞങ്ങൾ ഇതിട്ട് നടക്കുന്നത്. ലോട്ടറി വിറ്റ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന സാധാരണക്കാരായ തൊഴിലാളികൾ ഇത്തരം തട്ടിപ്പുകളിൽ വീഴാതിരിക്കാൻ ജാഗ്രത പാലിക്കണമെന്നും ഇത്തരം പ്രവണതകൾക്കെതിരെ അധികൃതരുടെ ഭാഗത്തുനിന്ന് ശക്തമായ നടപടി ഉണ്ടാകണമെന്നുമാണ് പ്രാദേശിക ലോട്ടറി തൊഴിലാളികളുടെയും ആവശ്യം. ഇയാൾ വണ്ടൂർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ഓപ്പറേഷൻ തൂഫാനോട് സഹകരിച്ച് KCYM പൂക്കോട്ടുംപാടം യൂണിറ്റ് ഗോൾ കിക്ക് മത്സരവും ലഹരി ബോധവൽക്കരണ സെമിനാറും നടത്തി. സീറോ മലബാർ സഭ യുവജന ദിനാഘോഷത്തിന്റെ ഭാഗമായി നടത്തിയ പരിപാടി നിലമ്പൂർ മേഖലാ ഡയറക്ടർ ഫാദർ ജിവിൻ വട്ടുകുളത്തിൽ ഉദ്ഘാടനം ചെയ്തു. KCYM മാനന്തവാടി രൂപത സിൻഡിക്കേറ്റ് അംഗം ജസ്റ്റിൻ നീലംപറമ്പിൽ അധ്യക്ഷത വഹിച്ചു. പുതിയ പ്രസിഡന്റായി റോണി അരങ്ങത്ത്, വൈസ് പ്രസിഡന്റായി ലയന താളനാനിക്കൽ, സെക്രട്ടറിയായി അതുല്യ, ജോയിന്റ് സെക്രട്ടറിയായി ആഷിൻ അഴകംപറമ്പിൽ, ട്രഷററായി ഡോൺ വള്ളോപ്പള്ളി, കോർഡിനേറ്ററായി ജോയൽ കളത്തിൽ, മീഡിയ കോർഡിനേറ്ററായി ജസ്വിൻ കളത്തിൽ, സിൻഡിക്കേറ്റ് മെമ്പറായി ജോജിൻ മാരൂർ എന്നിവരെ തെരഞ്ഞെടുത്തു. വികാരി ഫാദർ ടോമി പുത്തൻപുരക്കൽ, അനിമേറ്റർ സിസ്റ്റർ മോണിക്ക SRA എന്നിവർ നേതൃത്വം നൽകി. കരുളായി പുള്ളിയിൽ കാറുകൾ കൂട്ടിയിടിച്ച് യാത്രക്കാർക്ക് പരിക്ക്. കരുളായിൽ നിന്ന് നിലമ്പൂർ ഭാഗത്തേക്ക് വരികയായിരുന്ന കാറും നിലമ്പൂർ ഭാഗത്ത് നിന്ന് കരുളായിലേക്ക് പോവുകയായിരുന്ന മറ്റൊരു കാറുമാണ് നേർക്കുനേർ കൂട്ടിയിടിച്ചത്. വക്കീൽക്കുളത്തിന് സമീപം ഉച്ചയോടെയാണ് അപകടമുണ്ടായത്. ചുങ്കത്തറ പള്ളിക്കുന്ന് സ്വദേശി പിലാത്തറയ്ക്കൽ അസീസിന്റെ ഉടമസ്ഥതയിലുള്ള മാരുതി ആൾട്ടോ കാറും കരുളായി കല്ലംകുന്ന് സ്വദേശി കക്കടത്തൊടിക അജ്മൽ സാബിത്തിന്റെ ഉടമസ്ഥതയിലുള്ള ടൊയോറ്റ എത്തിയോസ് ലിവ കാറുമാണ് അപകടത്തിൽപ്പെട്ടത്. ഇടിയുടെ ആഘാതത്തിൽ ഒരു കാർ നിയന്ത്രണം വിട്ട് സമീപത്തെ കടവരാന്തയുടെ ഷെഡ് തകർത്താണ് നിന്നത്. അപകടത്തിൽ സാരമായി പരുക്കേറ്റ യാത്രക്കാരെ ഉടൻ തന്നെ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇതിൽ ഗുരുതരമായി പരുക്കേറ്റ ഒരാളെ തുടർ ചികിത്സയ്ക്കായി മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കും മാറ്റിയിട്ടുണ്ട്. ബിസിനസ് ന്യൂസ്. ജം ആൻഡ് ജ്വല്ലറി രംഗത്തെ വിവിധ മേഖലകളിൽ തനതായ മുദ്ര പതിപ്പിച്ച സഫ ജ്വല്ലറിയുടെ വണ്ടൂർ ബ്രാഞ്ചിൽ സഫ സ്വർണ്ണവർഷ ഗോൾഡ് പർച്ചേസ് സ്കീം നറുക്കെടുപ്പ് നടന്നു. സ്കീമിലെ 8ാമത് നറുക്കെടുപ്പാണ് നടന്നത്. മമ്പാട്ടുമൂല GLP സ്കൂൾ അധ്യാപിക M ശ്രുതി നറുക്കെടുപ്പ് നിർവഹിച്ചു. മമ്പാട്ടുമൂല ചെറുതൊടിക അജീഷ് ആണ് നറുക്കെടുപ്പിൽ വിജയിയായത്. ചടങ്ങിൽ സഫ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഷോറൂം അസിസ്റ്റന്റ് മാനേജർ പ്രേംകുമാർ, ഷിജു, നബീൽ ഹാമിദ്, നിഖിൽ, മറ്റ് സ്റ്റാഫ് അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. 1000, 2000 രൂപ വീതം അടവാക്കുന്ന 2 സ്കീമുകളാണ് ഇതിലുള്ളത്. 2000 രൂപ മാസം അടവാക്കുന്നവർക്ക് 12 മാസം കഴിഞ്ഞ് 24,000 രൂപയുടെ സ്വർണ്ണാഭരണം പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം. നറുക്കെടുപ്പ് എല്ലാ മാസവും നടക്കും. ഇതിൽ വിജയികളാകുന്നവർക്ക് തുടർന്ന് പണം അടയ്ക്കാതെ തന്നെ 24,000 രൂപയുടെ സ്വർണം സ്വന്തമാക്കാമെന്നതാണ് സ്കീമിന്റെ പ്രത്യേകത. കൂടുതൽ വിവരങ്ങൾക്ക് 7902 966 916 എന്ന ഫോൺ നമ്പറിൽ സഫ ജ്വല്ലറിയുമായി നേരിൽ ബന്ധപ്പെടാം. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും.
വാർത്തകൾ തുടരുന്നു. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് നിലമ്പൂർ മേഖലാ പ്രവർത്തക കൺവെൻഷൻ നടത്തി. ജില്ലാ ജോയിന്റ് സെക്രട്ടറി വി ദിനേശ് ഉദ്ഘാടനം ചെയ്തു. മേഖലാ പ്രസിഡന്റ് PM ബിന്ദു അധ്യക്ഷത വഹിച്ചു. കെ അരുൺകുമാർ വിഷയാവതരണം നടത്തി. പി സജിൻ, പി ശ്രീജ, കെ രാജേന്ദ്രൻ, KV കൃഷ്ണകുമാർ എന്നിവർ സംസാരിച്ചു. മേഖലാ സെക്രട്ടറി C ബാലഭാസ്കരൻ സ്വാഗതവും മേഖലാ ജോയിന്റ് സെക്രട്ടറി ജോയ് P ജോൺ നന്ദിയും പറഞ്ഞു. കേരളത്തിലെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിൽ വലിയ വികസന സ്തംഭനാവസ്ഥയാണ് ഉള്ളത്. ഫണ്ടിന്റെ അഭാവമാണ് ഇതിന് കാരണം. പ്രാദേശിക വികസനത്തിനുള്ള വികസന ഫണ്ട്, മെയിന്റനൻസ് ഗ്രാന്റ് എന്നിവ ഉടൻ അനുവദിക്കണമെന്നും കൺവെൻഷൻ ആവശ്യപ്പെട്ടു. ബാലോത്സവം, ബയോബിൻ പ്രചരണം, പുസ്തക പ്രചരണം, പ്രാദേശിക ശാസ്ത്രോത്സവം എന്നിവ സംഘടിപ്പിക്കാനും തീരുമാനമായി. കാലാവസ്ഥാ മാറ്റം നമുക്ക് എന്തു ചെയ്യാം എന്ന സന്ദേശത്തിൽ കാലാവസ്ഥാ സാക്ഷരതാ ക്യാമ്പയിനും പരിഷത്ത് ഏറ്റെടുക്കും. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ നിലമ്പൂർ നിയോജക മണ്ഡലം കായികമേള നിലമ്പൂർ ഗവൺമെന്റ് മാനവേദൻ സ്കൂളിൽ നടന്നു. നഗരസഭാ കൌൺസിലറും വിദ്യാഭ്യാസ സ്ഥിരസമിതി അധ്യക്ഷനുമായ സ്മിതാമോൾ ഉദ്ഘാടനം നിർവഹിച്ചു. നിയോജക മണ്ഡലം പ്രസിഡന്റ് MV മാത്യു അധ്യക്ഷത വഹിച്ചു. വിവിധ മണ്ഡലങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ 100 മീറ്റർ ഓട്ടം, 200 മീറ്റർ ഓട്ടം, 3 കിലോമീറ്റർ നടത്തം, ഷോട്ട് പുട്ട് തുടങ്ങിയ മത്സരങ്ങളിൽ പങ്കെടുത്തു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് VA ലത്തീഫ്, MC മാത്തുക്കുട്ടി, TR മാധവൻ, പൊന്നമ്മ തോമസ്, സുദർശൻ, സേതുമാധവൻ, V യൂസഫ് സിദ്ദീഖ്, P ശബരീശൻ, അനിൽകുമാർ എന്നിവർ നേതൃത്വം നൽകി. ഓവറോൾ ചാമ്പ്യന്മാരായി നിലമ്പൂർ, ചുങ്കത്തറ മണ്ഡലങ്ങൾ 1ഉം 2ഉം സ്ഥാനങ്ങൾ നേടി. ട്രോഫിയും കൈമാറി. വിജയികൾ 18-ന് വളാഞ്ചേരിയിൽ വെച്ച് നടക്കുന്ന ജില്ലാതല മത്സരത്തിൽ പങ്കെടുക്കും. മലപ്പുറം ജില്ലാ INTUC ആംബുലൻസ് യൂണിയൻ രൂപീകരിച്ചു. DCC ഓഫീസിൽ നടന്ന മോട്ടോർ തൊഴിലാളി ഫെഡറേഷൻ മലപ്പുറം ജില്ലാ നേതൃയോഗ കമ്മിറ്റിയിലാണ് യൂണിയൻ രൂപീകരിച്ചത്. ജില്ലാ INTUC പ്രസിഡന്റ് VP ഫിറോസ് മിഷാൽ പൊട്ടേങ്ങലിനെ യൂണിയൻ ജില്ലാ പ്രസിഡന്റായി പ്രഖ്യാപിച്ചു. മോട്ടോർ തൊഴിലാളി ഫെഡറേഷൻ ജില്ലാ പ്രസിഡന്റ് ജോമേഷ് മഞ്ചേരി അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറിമാരായ ബാലൻ കൊണ്ടോട്ടി, റഹീം ചോലയിൽ, TMS ആഷിഫ് എന്നിവർ സംസാരിച്ചു. കൈപ്പിനി പ്രതിഭാ ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. നിലമ്പൂർ താലൂക്ക് ലൈബ്രറി കൌൺസിൽ വൈസ് പ്രസിഡന്റ് മാർക്കോസ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. P ഹംസ അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർമാരായ M അബൂബക്കർ, റീന ഹരിദാസ്, CV സുബ്രഹ്മണ്യൻ, P റംലത്ത്, രുക്മിണി, M ഹുസൈൻകുട്ടി, AS വിദ്യാധരൻ, OV ജിഷ്ണു എന്നിവർ സംസാരിച്ചു. S ശിവദാസൻ സ്വാഗതവും MN സുരേന്ദ്രൻ നന്ദിയും പറഞ്ഞു. SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയാണ് അനുമോദിച്ചത്. കളിചിരികൾക്കൊപ്പം കായിക മികവിലേക്ക് കുരുന്നുകളെ നയിക്കാൻ പോരൂർ ഗ്രാമപഞ്ചായത്തിന്റെ വേറിട്ട കാൽവെപ്പ്. പഞ്ചായത്തിലെ അംഗനവാടി കുട്ടികൾക്കായി സംഘടിപ്പിച്ച ഷൂട്ടൌട്ട് മത്സരം ശ്രദ്ധേയമായി. കുട്ടികളിൽ ഫുട്ബോളിനോടുള്ള താല്പര്യവും കായികക്ഷമതയും ചെറുപ്പത്തിൽ തന്നെ വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കായിക വിരുന്ന് ഒരുക്കിയത്. കുട്ടികളിൽ കായിക ലഹരി വളർത്താനും മാനസിക ശാരീരിക വികാസം ഉറപ്പാക്കാനുമായി പോരൂർ ഗ്രാമപഞ്ചായത്താണ് ഈ വ്യത്യസ്തമായ വേദി ഒരുക്കിയത്. ഫാൻ ഫൈറ്റുകളൊക്കെ ആയിട്ട് നമ്മുടെ നാട് മൊത്തം ലോകകപ്പ് ആഘോഷിക്കുമ്പോൾ നമ്മളെ മക്കൾക്കും ആ ആവേശം ഉണ്ടാക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഈ തരത്തിലൊരു പരിപാടി നമ്മൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. നമ്മൾ 33 അംഗനവാടികളുടെയും ടീച്ചർമാരുടെ ഒരു എഫേർട്ടും അതുപോലെ തന്നെ സൂപ്പർവൈസറും മറ്റ് മെമ്പർമാരുടെ എഫേർട്ടോട് കൂടിയാണ് ഇത്ര നല്ലൊരു പ്രോഗ്രാം നമുക്ക് സംഘടിപ്പിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. നമ്മൾ കുട്ടികൾക്ക് ഇപ്പം തന്നെ ഓരോ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ലഹരി വേണം, ഒരു ലഹരി അവരുടെ ജീവിതത്തിലേക്ക് എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ കൂടിയാണ് ഈ തരത്തിലൊരു ഫുട്ബോൾ പനയങ്ക 2026 എന്നുള്ള പേരിൽ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കാനാണ്. പരിപാടിയുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KK പുഷ്പവല്ലി നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇബ്രാഹിം കുന്നമ്മൽ അധ്യക്ഷത വഹിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ P മുഹമ്മദ് ഷാം, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ P ജുൽഫീന, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ K കാമില മോൾ, പഞ്ചായത്ത് അംഗങ്ങളായ അബ്ബാസ് ഹാജി, സാബിറ കരുവാടൻ, N നാസർ, P സ്വപ്ന, ഷബാന, ബാലസുബ്രഹ്മണ്യൻ, സൂപ്പർവൈസർ K ഉമൈസ് തുടങ്ങിയവർ സംസാരിച്ചു. വരും ദിവസങ്ങളിലും കുട്ടികളുടെ ശാരീരിക മാനസിക വളർച്ചയ്ക്ക് മുൻഗണന നൽകുന്ന ഇത്തരം വൈവിധ്യമാർന്ന പരിപാടികൾ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ തുടർന്നും സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. NCV ന്യൂസിൽ ഒരിടവേള കൂടി. പ്രധാന വാർത്തകൾ വീണ്ടും.
അമൃത് ഭാരത് പദ്ധതി. നിലമ്പൂർ ഉൾപ്പെടെയുള്ള റെയിൽവേ സ്റ്റേഷനുകളുടെ ഉദ്ഘാടനം ഉടൻ. പാലക്കാട് റെയിൽവേ ഡിവിഷന് കീഴിൽ ജില്ലയിൽ നവീകരണം പൂർത്തിയാക്കിയത് 3 റെയിൽവേ സ്റ്റേഷനുകൾ. വാണിയംകുളത്ത് നിന്ന് കാണാതായ കുടുംബം സഞ്ചരിച്ച വാഹനം കണ്ടെത്തി. വാഹനം കണ്ടെത്തിയത് നാടുകാണിച്ചൂരത്തിന് സമീപമുള്ള വഴിക്കടവ് പുന്നക്കൽ റോഡിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ. പോലീസ് അന്വേഷണം ഊർജിതമാക്കി. കാറുകൾ കൂട്ടിയിടിച്ച് യാത്രക്കാർക്ക് പരിക്ക്. അപകടം നടന്നത് കരുളായി പുള്ളിയിൽ തിങ്കളാഴ്ച ഉച്ചയോടെ. അപകടമുണ്ടായത് ഇരുഭാഗത്തു നിന്നും വന്ന കാറുകൾ കൂട്ടിയിടിച്ചതോടെ. ഓപ്പറേഷൻ തൂഫാൻ. ഗോൾ കിക്ക് മത്സരവും ലഹരി ബോധവൽക്കരണ സെമിനാറും നടത്തി KCYM പൂക്കോട്ടുംപാടം യൂണിറ്റ്. പരിപാടി സംഘടിപ്പിച്ചത് സീറോ മലബാർ സഭ യുവജന ദിനാഘോഷത്തിന്റെ ഭാഗമായി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.